നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അലാവസുമായുള്ള ലാലിഗ മത്സരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൗളാണ് കിലിയൻ എംബാപ്പെ അന്റോണിയോ ബ്ലാങ്കോക്ക് നേരെ നടത്തിയത്. അതിൻ്റെ റിസൾട്ടായിട്ട് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നു. സ്ട്രൈറ്റ് റെഡ് ആയിരുന്നു. സോ ഇനിയുള്ള ചോദ്യം, അദ്ദേഹത്തിന് എത്ര മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വരും? കോപ്പ ഡെൽ റേ ഫൈനൽ നഷ്ടമാകുമോ? റയലിൻ്റെ അടുത്ത കളി ആഴ്സണലുമായിട്ടാണ്. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്. അതിൽ എന്തായാലും ഈ റെഡ് കാർഡ് ബാധിക്കില്ല. പിന്നത്തെ കളി വരുന്നത് അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോയുമായിട്ടാണ്. അത് ഏപ്രിൽ 21 പുലർച്ചെ 12:30. അതിനുശേഷം ഗെറ്റാഫയ്ക്കെതിരെ ഏപ്രിൽ 24 പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്ക്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കളിയാണ് കോപ്പ ഡെൽറേയുടെ ഫൈനൽ. മാർച്ച് 22 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം. പിന്നെ മെയ് 4 റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ പോരാട്ടം ലാലിഗയിൽ നടക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, ഇനിയുള്ള മൂന്നാമത്തെ കളി, സ്പാനിഷ് ഫുട്ബോളിലെ മൂന്നാമത്തെ കളി, അത് കോപ്പ ഡെൽ റേ ഫൈനലാണ്. അത് കിലിയൻ എംബാപ്പയ്ക്ക് കളിക്കാൻ പറ്റുമോ? അതിൻ്റെ നിയമവശം എന്താണ്? എന്തായാലും റയലിന് ആശങ്കയുണ്ട്. സോ നമ്മൾ ഈ വിവരങ്ങളൊന്ന് പരിശോധിക്കണം. എംബാപ്പയുടെ ഈ റെഡ് കാർഡ് എന്ന് പറയുന്ന 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് കിട്ടുന്നത്. 2019 ഏപ്രിൽ 27 കോപ്പ് ഡി ഫ്രാൻസ് മത്സരത്തിൽ റന്നേഴ്സിനെതിരെ റെഡ് കാർഡ് കണ്ടതിന് ശേഷം നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ റെഡ് കാർഡ് കിട്ടുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ്ലി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആകെ 4 തവണയാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയത്. 4 സ്ട്രൈറ്റ് റെഡായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഫൗള് വളരെ മാരകമായിരുന്നു എന്ന് ക്രെയ്ഗ് ബേർലി വിശദീകരിക്കുന്നത് ഒന്ന് കാണുക. ക്രെയ്ഗ് ബേർലി നമുക്കറിയാം, മുൻ ഫുട്ബോളറാണ്. കൂടാതെ ഇപ്പം അദ്ദേഹം പണ്ഡിറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സോ അദ്ദേഹം പറഞ്ഞത് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ബ്ലാങ്കോ ഒരു ആംബുലൻസിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞ് പോകാതിരുന്നത് വളരെ ലക്കാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള താരത്തിൻ്റെ തനിക്ക് എന്തും ചെയ്യാമെന്നുള്ള തോന്നലിൻ്റെ ഭാഗമായി നടത്തിയ ഫൗളാണ് എന്ന് എംബാപ്പയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ക്രെയ്ഗ് ബേർലി. സംഗതി എന്തായാലും അത് വളരെ മാരകമായ ഒരു ഫൗളായിരുന്നു, ടാക്കിളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഇനിയുള്ള ചോദ്യം, അദ്ദേഹത്തിന് എത്ര മത്സരങ്ങളിൽ വിലക്ക് വരും? സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഇത്തരം റെഡ് കാർഡുകൾക്ക് 2 മത്സരങ്ങളുടെ വിലക്കാണ് ലഭിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ കോപ്പ ഡെൽ റേ ഫൈനൽ കളിക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനിയുള്ള ചോദ്യം ഇതാണ്, 4 മത്സരങ്ങളിൽ വിലക്ക് ലഭിക്കുമോ? 4 മത്സരങ്ങളിൽ വിലക്ക് ലഭിക്കുമോ? 3 മത്സരങ്ങളിൽ വിലക്ക് ലഭിക്കുമോ? സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപ്പ ഡെൽ റേ ഫൈനല് എംബാപ്പയ്ക്ക് മിസ്സാവണമെങ്കിൽ 4 മത്സരങ്ങളുടെ വിലക്ക് ലഭിക്കണം. അപ്പോൾ മൂന്നാമത്തെ കളിയല്ലേ കോപ്പ ഡെൽ റേ? ആയിക്കോട്ടെ, റൂൾ അനുസരിച്ച് 4+ ഗെയിംസിലെ ബാൻ ഉണ്ടെങ്കിലേ അത് കപ്പ് മാച്ചിനെ ബാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ 3 മത്സരങ്ങളുടെ ബാൻ ആണെങ്കിൽ മൂന്നാമത്തെ കളി കോപ്പ ഡെൽ റേ ആണെങ്കിലും അദ്ദേഹത്തിന് കളിക്കാം. അതിനുശേഷമുള്ള മത്സരത്തിൽ പിന്നെ ആ ബാൻ വന്നാൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ അതിനു മുമ്പുള്ള 2 കളി, അപ്പോൾ 3 മത്സരങ്ങൾ ബാൻ ആണെങ്കിൽ അദ്ദേഹത്തിന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയും ഗെറ്റാഫയ്ക്കെതിരെയും കളിക്കാൻ പറ്റില്ല. പക്ഷേ കോപ്പ ഡെൽ റേ ഫൈനൽ കളിക്കാം. അതിനുശേഷം സെൽറ്റ വിഗോക്കെതിരെയും അദ്ദേഹം പുറത്തിരിക്കണം. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, 4+ മാച്ചസിൻ്റെ ബാൻ വന്നെങ്കിൽ മാത്രമേ അത് കപ്പ് മത്സരങ്ങളെ ബാധിക്കുകയുള്ളൂ എന്നാണ് റൂള്. ഓക്കെ, അപ്പോൾ 3 മത്സരങ്ങളോ 4 മത്സരങ്ങളോ വിലക്ക് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് റഫറി എങ്ങനെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. സീരിയസ് ഒഫൻസ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ 4 മത്സരങ്ങളുടെ വിലക്കിലേക്ക് അദ്ദേഹത്തിന് പോവേണ്ടി വരും. എന്തായാലും ഫെഡറേഷനാണ്, സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനാണ് ഈ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത്. 4 മത്സരങ്ങളിലധികമാണ് വിലക്കെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കോപ്പ ഡെൽ റേ ഫൈനൽ മത്സരം നഷ്ടമാവുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.